ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയായിരിക്കുമല്ലേ. വെയിലൊക്കെ ആയതുകൊണ്ട് എന്തായിരിക്കും അവസ്ഥയെന്ന് ആർക്കറിയാമല്ലേ. എന്തായാലും ഒന്ന് തണുപ്പിക്കാനായിട്ട് ഇപ്പം രാത്രി ഒരു ചെറിയൊരു മഴ എല്ലായിടവും വീശിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഏ അല്ലേ, എല്ലായിടവും ഉണ്ടായിരുന്നായിരിക്കും. എന്തായാലും റമദാൻ തുടങ്ങുന്ന ആ ഒരു ഇതെങ്കിലും വെച്ച് തമ്പുരാൻ അനുഗ്രഹത്താലും മഴയൊക്കെ വന്നാൽ മതിയായിരുന്നു. കാര്യം എല്ലാവർക്കും ഈ ചൂട് കാലാവസ്ഥയിൽ ഇത് പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു താങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്ത് തരണം ചെയ്ത് നമുക്കത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അപ്പം തന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഇത് തന്നാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അങ്ങനെ അപ്പം നമുക്ക് ഇനി റമദാൻ്റെ സ്പെഷ്യൽ വീഡിയോസൊക്കെ തയ്യാറാക്കണം. അപ്പം ഇന്ന് ഒത്തിരി പണിയുള്ള ദിവസമാണ്. അപ്പോഴാണെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പുറകിൽ ലുട്ടാപ്പി വന്ന് നിൽക്കുന്നത്. നമ്മൾ വെയിൽ അടിച്ച് വെളിയിലിറങ്ങാതിരിക്കുകയാണേലും ഇതിനൊന്നും വെയിൽ പേടിയില്ല. ഇതിനൊക്കെ എങ്ങനെ പേടി വരാനല്ലേ. സത്യം പറഞ്ഞാൽ വെയിലത്ത് പോയി കുത്തിയിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, അള്ളാ പഠിച്ചോനെ ഇതൊക്കെ എങ്ങനെ കുത്തിയിരിക്കുന്നു. നമ്മൾ വെയിൽ കണ്ടിട്ട് തുണി പോലും വെളിയിലോട്ട് വിരിക്കാനാ തൂക്കാനോ പിടിക്കാനോ ഒന്നിനും ഇറങ്ങാത്ത അവസ്ഥയാണ്. പക്ഷേ ഇതൊക്കെ ചെറുതിനൊക്കെ എന്തറിയാനല്ലേ. പക്ഷേ ബുദ്ധിമുട്ടൊന്നും വരായിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഞാനത് സ്പീഡപ്പായിട്ട് കറികളും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ പൊടിയുടെ നട്ട്സ് പൗഡറിൻ്റെ ലോഞ്ചിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പതിയെ സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യാമെന്ന് കരുതി അങ്ങനെ എല്ലാം റെഡിയാക്കി നമ്മൾ മുറിയിലൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ എടുത്ത് നല്ല രീതിയിൽ തട്ടിയൊക്കെ വെക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടുള്ള നമ്മുടെ പൗഡർ സെറ്റാക്കി ഇറക്കിയിട്ട് വേണം നമുക്ക് എന്നെ പോലെ തന്നെ എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്ത എൻ്റെ സ്മൂത്തി നിങ്ങൾക്കും കൂടി സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ അമിതവണ്ണം കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണല്ലേ. അതാണ് ഞാൻ ഈ ഡയറ്റ് തുടങ്ങിയപ്പോഴത്തേക്ക് അത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാക്കിയതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംഭവം. അപ്പം ഞാനൊരു മാസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് ഉണ്ടായതിന് ശേഷം അപ്പം ഞാൻ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ സ്മൂത്തി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്നുള്ളത്. അപ്പം ഞാൻ ഓട്സ് സ്മൂത്തി കുടിക്കുന്ന ദിവസം ഓട്സ് സ്മൂത്തി എന്നും അല്ലാതെ സാധാ സ്മൂത്തി കുടിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ സ്മൂത്തി എന്ന് മാത്രമേ പറയാറുള്ളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്മൂത്തി തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്കത് പുറത്ത് പറഞ്ഞാൽ മതിയല്ലോ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് കരുതി. അപ്പോൾ ഒരു മാസമായാലും ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഫാറ്റ് ലോസും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ 100 ഡേയ്സ് നമ്മൾ തുടങ്ങിയതിന് ശേഷം എനിക്ക് 3.5 കിലോളം വെയിറ്റിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം 82.6070 ആ ഒരു റേഞ്ചിൽ നമ്മളിങ്ങനെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ 99 എന്നൊക്കെ ഇങ്ങനെ ചാടിക്കിടന്ന് ഈ ഒരു ലെവലിലെത്തിയത് ഭാഗ്യം. അപ്പോൾ നമ്മൾ പണിതുകൊണ്ടിരുന്ന നേരത്ത് ഇവിടെ ഒരാൾ അടുക്കളയിൽ പണിത്. അപ്പോൾ ആണുങ്ങൾ അടുക്കളയിൽ കയറിയാനുള്ള അവസ്ഥ പറയണ്ടല്ല, നല്ല ഹാലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ആ ക്ഷീണിച്ച് വന്ന് അതും കൂടെ കണ്ണ് തള്ളിപ്പോയ അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ഓർത്ത് അതെങ്കിലും ചെയ്തു തന്നില്ലേ ഈ ചൂടത്ത് നമ്മൾ പണിയെടുക്കുന്ന ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും അങ്ങനെ ഏതോന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ ആക്കി തന്നത് കാരണം നമ്മുടെ ഉച്ചക്കത്തെ കാര്യം സെറ്റാക്കി കിട്ടി. അങ്ങനെ ഞാൻ ഇത്തിരി ചോറും അതിൻ്റെ ഒപ്പം ഇത്തിരി ചീരയും പയറും കൂടെ തോരൻ വെച്ചാൽ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചാണ് കേട്ടോ. അതും ചിക്കനും സാലഡും ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ചോറിനുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞത്. ചോറ് തീറ്റയെല്ലാം കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് മയങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ ചായയുടെ വിളി വന്ന്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാറില്ല. അപ്പോൾ ഇക്കാക്ക് ഉമ്മാക്കും ഉള്ള ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഉമ്മാക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗർ നമ്മൾ മധുരം ഇടാതെ മാറ്റി ഇക്കാക്കുള്ള മധുരം എടുത്തു. അപ്പോൾ ഇത്തിരി മധുരമൊക്കെയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കത്തുള്ളൂ. മറ്റേത് ഷുഗർ കൂട്ടിയിട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഒരാളിതേ ബ്രെഡും ഒക്കെ എടുത്ത് അപ്പോൾ തനിയെ പാചകമൊക്കെ ചെയ്ത് തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മൾ നിരുത്സാഹപ്പെടുത്തത്തില്ല, ഞാനും കരുതി അങ്ങ് ചെയ്തോട്ടെ. അങ്ങനെ ചെയ്ത് വീട്ടിലോട്ടൊന്ന് ചെറിയൊരു അത്യാവശ്യത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മളങ്ങനെ നിപ്പിലങ്ങ് ഓടിയിട്ടുണ്ട് കേട്ടോ. അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ബാക്കി ഇവൻ എവിടെ വന്നാലും അവിടെ ഇരിക്കുന്ന പണി സാധനങ്ങളെല്ലാം ഇട്ട് കളിക്കലാണ് അവൻ്റെ പരിപാടി. അങ്ങനെ അതും എല്ലാം കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നോമ്പ് തുടങ്ങി രാവിലെ നിന്നൊന്നും നമുക്ക് ചെയ്യൽ നടക്കത്തില്ലല്ലോ. വെയിലും ചൂടും ഒക്കെ ആയിട്ട് നാളെ മുതൽ ഇനി എന്താണ് അവസ്ഥയെന്ന് പറയാൻ പറ്റൂല. എന്നാലും ജിമ്മിന് പോകണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പിന്നെ
ഡയറ്റിൻ്റെതായ റെസിപ്പി നമുക്ക് കണ്ടുപിടിക്കണം. ഒരുപാട് പണികളുണ്ട്. നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ വേണമല്ലോ. എണ്ണപ്പലഹാരവും പൊരിയും കാര്യങ്ങളും ഒക്കെ ഇല്ലാതെ എന്ത് നോമ്പ് തുറയെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് അപ്പം ഒരു മാസത്തേക്ക് എണ്ണപ്പലഹാരവും ഒക്കെ തിന്നാൽ മാത്രം മതിയോ? നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരീരവും കാത്തു സൂക്ഷിക്കണ്ടേ? ഈ റമദാനിലെങ്കിലും ഇത്തവണ നല്ല രീതിയിൽ നമുക്ക് നോമ്പ് നോറ്റ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് പോകാം. അപ്പോൾ ഞാൻ അത്താഴത്തിനുള്ള എൻ്റെ ഫുഡ് റെഡിയാക്കുകയാണ്. അപ്പം നമ്മുടെ സ്പെഷ്യൽ സ്മൂത്തിയും കുടിക്കും. അതിനോടൊപ്പം ഒന്ന് ശരീരം തണുക്കാനായിട്ട് ഒരിത്തിരി ഓട്സും അതുപോലെ തന്നെ ചിയാ സീഡും നമ്മുടെ ലോ ഫാറ്റ് മിൽക്കും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഈത്തപ്പഴം ചെറുതായി നുറുക്കിയതും ഒരു പകുതി ആപ്പിൾ ചെറുതായിട്ട് കഷ്ണിച്ചതും ഒരു റോബസ്റ്റ പഴവും കൂടെ ഞാൻ അരിഞ്ഞിട്ട് അതിലേക്കൊരു നുള്ളി തേൻ വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. അപ്പം തേൻ ഒഴിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു നുള്ള് പീനട്ട് ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് മാത്രം ചേർത്താൽ മതി. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം അല്പം അണ്ടിപ്പരിപ്പും പിസ്തായും ബദാമും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് അപ്പോഴാണ് ഞാൻ കറങ്ങിയിരുന്നപ്പോൾ ഇത്തിരി തണ്ണിമത്തനും കൂടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കരുതി അതും കൂടെ അങ്ങ് സെറ്റാക്കാമെന്ന്. അപ്പം നല്ല രീതിയിൽ നല്ല തണുത്ത നല്ല വയറ് നിറയുന്ന ഫുഡും കഴിക്കാം, ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യാം. അപ്പം മാക്സിമം ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മുടെ അത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ സ്മൂത്തിയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.